എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് കോടതി വിധി, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ടെറ്റില്ലാത്ത അധ്യാപകർ പുറത്തു പോകേണ്ടി വരും. അതായത് സർവീസിലിരിക്കുന്ന ഇതുവരെ നിലവിൽ ടെറ്റില്ലാത്ത അധ്യാപകർ പുറത്തു പോകേണ്ടി വരും. അവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാവില്ല എന്നിട്ടോ ഇങ്ങനെയുള്ള വിധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശ്വാസ വാർത്ത എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ നിന്ന്, അതായത് ടെറ്റ് വിധിക്കെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നതാണ് പറയുന്നത്. പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രം നിയമം നിർമ്മിക്കണമെന്ന് മന്ത്രി ശിവൻകുട്ടി പറയുകയുണ്ടായി. പ്രധാനമായി ഇന്നത്തെ പറയുന്നതെന്ന് വെച്ചാൽ, കൃത്യമായ കണക്ക് എടുത്തിട്ടില്ലെങ്കിലും 1,00,000-ഓളം അധ്യാപകരെ കോടതി വിധി ബാധിക്കുമെന്നാണ് കരുതുന്നത്. സ്ഥാനക്കയറ്റവും പുതിയ നിയമനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സങ്കീർണമാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുകയുണ്ടായി. 5 വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള എല്ലാ സ്കൂൾ അധ്യാപകർക്കും ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് ടെറ്റ് യോഗ്യത നിർബന്ധമാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ സർക്കാർ പുനഃപരിശോധന ഹർജി നൽകുകയോ കൂടുതൽ വ്യക്തത തേടുകയോ ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. 5 വർഷത്തിലേറെ സർവീസ് ബാക്കിയുള്ള എല്ലാ അധ്യാപകരും 2 വർഷത്തിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടണമെന്നും ഇല്ലെങ്കിൽ സർവീസിൽ പുറത്തു പോകേണ്ടി വരുമെന്നും കോടതി വിധി. 5 വർഷത്തിൽ താഴെ സർവീസുള്ള അധ്യാപകർക്ക് സ്ഥാനക്കയറ്റത്തിന് ടെറ്റ് നിർബന്ധമാക്കി. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചാണിത്. എന്നാൽ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്കടക്കം വ്യവസ്ഥ ബാധകമാക്കിയാണ് സംസ്ഥാനത്ത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അപ്പോൾ എന്തായാലും ഇതിനെതിരെ നമ്മുടെ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുള്ളത് പിന്നീട് നമുക്കറിയാൻ സാധിക്കും. എന്തായാലും ടെറ്റ് നിർബന്ധമാക്കും. അത് തന്നെ പിന്നെ ഈ ഒരു വിധി മറ്റുള്ളവർക്ക് അനുകൂലമായിട്ട്, അതായത് ഈ ടെറ്റ് വരുന്നതിന് മുമ്പുള്ളവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സർവീസിൽ ഇരിക്കുന്നവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ.